ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇതിനു മുന്നേയുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സീരീസിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരുമിച്ച് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൊടുക്കുക. വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കണം. കാരണം നമുക്കിപ്പോൾ അറിയാം, ഈ ഒരു റീസെൻ്റായിട്ട് നടന്ന എക്സാമിൽ PSC കുറേ പുതിയ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 7-8 വർഷം മുന്നേ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് വീഡിയോസ് എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയാലും വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ദ മോർ ഹാർഡ്നെസ് സ്കെയിൽ ദ ഹാർഡ്നെസ് വാല്യൂ ഓഫ് കോഡ്സ്. ഓക്കെ, മോർ ഹാർഡ്നെസ് സ്കെയിൽ വെച്ചിട്ട് ആ ഒരു കോഡ്സിൻ്റെ ഹാർഡ്നെസ് നമ്പർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, വാല്യൂ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ 10 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ അറിയാവുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡ്രയർ യൂസ്ഡ് ഇൻ വാർണിഷ്. ഓക്കെ, വാർണിഷിൽ യൂസ് ചെയ്യുന്ന ഡ്രയറിൻ്റെ എക്സാമ്പിൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ മാസ്റ്റിക് ഉണ്ട്, ഷെല്ലാക്ക് ഉണ്ട്, ആംബർ ഉണ്ട്, ലെഡ് അസറ്റേറ്റ് ഉണ്ട്. ഏതാണ് ആൻസർ? വാർണിഷിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രയർ ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ലെഡ് അസറ്റേറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഏതാണോ? ലെഡ് അസറ്റേറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ നമ്മൾ വാർണിഷിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റ് ഡ്രയറുകൾ ഏതൊക്കെയാണ്? മറ്റ് ഡ്രയേഴ്സ് ഏതൊക്കെയാണ്? ലിത്താർജ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഏതാണ്? നമ്മൾ ലിത്താർജ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ വൈറ്റ് കോപ്പർ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? വൈറ്റ് കോപ്പർ. ഓക്കെ, വൈറ്റ് കോപ്പർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ അടുത്താണ് ലെഡ് അസറ്റേറ്റ്. ഓക്കെ, ഇത്രയും ഡ്രയറാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി ഒരു മാസ്റ്റർ ഷെല്ലാക്ക്, ആംബർ ഏതൊക്കെയാണ്? അതൊക്കെ റെസിനാണ് നമ്മൾ സോൾവെൻറ്റിന് വേണ്ടിയിട്ടുള്ള റെസിനാണ് ആ ഒരു മാസ്റ്റിക്, ഷെല്ലാക്ക്, ആംബർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇൻസ്ട്രുമെൻ്റ് യൂസ്ഡ് ടു റീപ്രൊഡ്യൂസ് പ്ലാൻ ടു ഡിഫറൻറ്റ് സ്കെയിൽ ഈസ് കോൾഡ്. ഓക്കെ, താഴെ തന്നിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ പ്ലാന്റ്സിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ഡിഫറൻറ്റ് സ്കെയിലിൽ പ്ലാന്റ്സിന് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതെന്നാണ്? ഓപ്ഷനിൽ പ്ലാനിമീറ്റർ ഉണ്ട്, ക്ലിനോമീറ്റർ ഉണ്ട്, ഗേറ്റ് റൈസർ ഉണ്ട്, പെൻഡോഗ്രാഫ് ഉണ്ട്. ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്ടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി പെൻഡോഗ്രാഫാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ പ്ലാനിമീറ്റർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ പ്ലാനിമീറ്റർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ്, ഏരിയ മെഷർ ചെയ്യാനാണ് നമ്മൾ പ്ലാനിമീറ്റർ യൂസ് ചെയ്യുന്നത്. ക്ലിനോമീറ്റർ ആണെങ്കിലോ, ക്ലിനോമീറ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്ലിനോമീറ്റർ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാനാണ് നമ്മൾ ക്ലിനോമീറ്റർ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഗേറ്റ് ട്രേസർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ കോണ്ടൂർസിന് നമ്മൾ ട്രേസ് ചെയ്യാനാണ് നമ്മൾ എന്തോന്ന് യൂസ് ചെയ്യുന്നത്? ഗേറ്റ് ട്രേസർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പോയിന്റ് ഓൺ വിച്ച് ബോത്ത് ബാക്ക് സൈറ്റ് ആൻഡ് ഫോർ സൈറ്റ് ആർ ടേക്കൺ ഈസ് നോൺ എസ്. ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ: ദ പോയിന്റ് ഓൺ വിച്ച് ബോത്ത് ബാക്ക് സൈറ്റ് ആൻഡ് ഫോർ സൈറ്റ് ആർ ടേക്കൺ ഈസ് നോൺ എസ്. ഏതാണ്? ഓപ്ഷനിൽ ചേഞ്ച് പോയിന്റ് ഉണ്ട്, ബെഞ്ച് മാർക്ക് ഉണ്ട്, സ്റ്റേഷൻ ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് പോയിന്റ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ. ഓപ്ഷനിൽ ചേഞ്ച് പോയിന്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് RL ഓഫ് എ BM ഈസ് 100, ബാക്ക് സൈറ്റ് ഈസ് 1 മീറ്റർ ആൻഡ് ഫോർ സൈറ്റ് ഈസ് 0.5 മീറ്റർ, RL ഓഫ് ദ ഫോർവേഡ് സ്റ്റേഷൻ. ഓക്കെ, ക്വസ്റ്റ്യനിൽ അപ്പോൾ ബെഞ്ച് മാർക്ക് തന്നിട്ടുണ്ട്. RL ഓഫ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. ദെൻ ബാക്ക് സൈറ്റ് തന്നിട്ടുണ്ട്. ബാക്ക് സൈറ്റ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ദെൻ ഫോർ സൈറ്റും തന്നിട്ടുണ്ട്, 0.5 മീറ്റർ ആണ്. നമുക്ക് ഫോർവേഡ് സ്റ്റേഷൻ്റെ RL ആണ് കാണേണ്ടത്. ഓക്കെ, RL ഓഫ് ഫോർവേഡ് സ്റ്റേഷനാണ് കാണേണ്ടത്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഓപ്ഷനിൽ 101.5 മീറ്റർ ഉണ്ട്, 98.5 മീറ്റർ ഉണ്ട്, 100.5 മീറ്റർ ഉണ്ട്, 101 മീറ്റർ ഉണ്ട്. ഏതാണ്? ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് പെട്ടെന്ന് ചെയ്യും. ഓക്കെ, ഏതാണ് ആൻസർ? ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം?
എങ്ങനെ ചെയ്യാം? നമുക്കിവിടെ RL ഓഫ് ബെഞ്ച് മാർക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് കാണാം അല്ലേ? ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എങ്ങനെ കാണാം? ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് കാണാൻ എന്ത് ചെയ്യണം? RL ഓഫ് ബെഞ്ച് മാർക്ക്. ഓക്കെ, RL ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് കിട്ടും. ഇവിടെ RL ഓഫ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 100 മീറ്റർ ആണ്. സോ ബാക്ക് സൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ ആണ്. സോ 101 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, 101 മീറ്റർ എന്ന് കിട്ടും ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ്. ഇനി RL ഓഫ് ഫോർവേഡ് സ്റ്റേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം? RL ഓഫ് ഫോർവേഡ് സ്റ്റേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാടാ? നമുക്ക് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ്. ഓക്കെ, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്നും നമുക്ക് ഫോർ സൈറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫോർവേഡ് സ്റ്റേഷനാണ് കേട്ടോ. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് നമുക്ക് ഫോർ സൈറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതായി? RL ഓഫ് ഫോർവേഡ് സ്റ്റേഷൻ കിട്ടും. ഓക്കെ, ഇവിടെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് കണ്ടുപിടിച്ചു. എത്രയാണ്? 101 ആണ്. ഓക്കെ, 101 മീറ്റർ ആണ്. സോ 101 മൈനസ് ഫോർ സൈറ്റ് എത്രയാണ്? ഫോർ സൈറ്റ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഫോർ സൈറ്റ് 0.5 മീറ്റർ ആണ്. സോ 101 നിന്ന് 0.5 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 100.5 എന്ന് ആൻസർ വരുന്നു. ഓക്കെ, 100.5 മീറ്റർ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി 100.5 മീറ്റർ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആ ഒരു ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്ക് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എങ്ങനെ കാണാം? ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് കാണാനായിട്ട് RL ഓഫ് ബെഞ്ച് മാർക്ക്. ഓക്കെ, RL ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈറ്റ്. ഇനി നമുക്ക് RL ഓഫ് ഫോർവേഡ് സ്റ്റേഷനാണ് കാണേണ്ടത്. ഓക്കെ, RL ഓഫ് ഫോർവേഡ് സ്റ്റേഷൻ കാണാനായിട്ട് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ്. ഓക്കെ, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് മൈനസ് ഫോർ സൈറ്റ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following geological formations are correctly paired with their respective classification of rock? ഓക്കെ, താഴെ തന്നിരിക്കുന്ന പേര് ആ ഒരു ജിയോളജിക്കൽ ഫോർമേഷനുള്ള റോക്കുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് പെയർ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഗേബ്രോ എന്ന് പറയുന്നത് ഇഗ്നീസ് റോക്ക് എന്ന് പറയുന്നുണ്ട്. അതുപോലെ പെറിഡോറ്റൈറ്റ് നമ്മുടെ സെഡിമെൻ്ററി റോക്ക് എന്ന് പറയുന്നുണ്ട്. ഡയറ്റോമൈറ്റ് മെറ്റമോർഫിക് റോക്ക് എന്ന് പറയുന്നുണ്ട്. ദെൻ ഷിസ്റ്റ് മെറ്റമോർഫിക് റോക്ക് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതിലേതൊക്കെയാണ് കറക്റ്റ് ആൻസർ? ഏതൊക്കെയാണ്? നമുക്കിവിടെ ഗേബ്രോ ഏതാണ്? ഗേബ്രോ ഇഗ്നീസ് റോക്കാണ് അല്ലേ? ഗേബ്രോ ഇഗ്നീസ് റോക്കാണ്. സോ അത് റൈറ്റ് ആൻസർ ആണ്. ഗേബ്രോ ഇഗ്നീസ് റോക്ക് തന്നെയാണ്. ദെൻ പെറിഡോറ്റൈറ്റ് ആണെങ്കിലോ? പെറിഡോറ്റൈറ്റ് സെഡിമെൻ്ററി റോക്കല്ല. പെറിഡോറ്റൈറ്റും ഏതാണ്? ഇഗ്നീസ് റോക്കിൽ വരുന്നതാണ്. ഓക്കെ, പെറിഡോറ്റൈറ്റും ഏതിൽ വരുന്നതാണ്? ഇഗ്നീസ് റോക്കിൽ വരുന്നതാണ്. സോ ഇത് തെറ്റാണ്. ദെൻ ഡയറ്റോമൈറ്റ് ആണെങ്കിലോ? ഡയറ്റോമൈറ്റ് ഏതിൽ വരുന്നതാണ്? ഡയറ്റോമൈറ്റ് നമ്മുടെ സെഡിമെൻ്ററി റോക്കിൽ വരുന്നതാണ്. ഓക്കെ, ഡയറ്റോമൈറ്റ് ഇത് ഇഗ്നീസ് റോക്ക്. ഓക്കെ, ഇഗ്നീസ് റോക്കിൽ വരുന്നതാണ്. ഇത് സെഡിമെൻ്ററി റോക്കിൽ വരുന്നതാണ്. ഓക്കെ, സെഡിമെൻ്ററി റോക്കിൽ വരുന്നതാണ്. ഇനി നമ്മുടെ ഷിസ്റ്റ് ആണെങ്കിലോ? ഷിസ്റ്റ് ഏതിൽ വരുന്നതാണ്? ഷിസ്റ്റ് മെറ്റമോർഫിക്കിൽ വരുന്നതാണ്. ഓക്കെ, ഷിസ്റ്റ് ഏതിൽ വരുന്നതാണ്? ഷിസ്റ്റ് മെറ്റമോർഫിക്കിൽ വരുന്നതാണ്. സോ ഇവിടെ ആൻസർ ഏതൊക്കെയാണ്? 1ഉം 4ഉം കറക്റ്റാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ഓൺലി 1 and 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ ആ ഒരു എക്സാമ്പിളോടെ നോക്കിക്കൊള്ളണം. നമ്മുടെ ഗേബ്രോ ഇഗ്നീസ് റോക്കിലുള്ള ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾ തന്നെയാണ്. ഗേബ്രോ നമ്മുടെ ഇഗ്നീസ് റോക്കിലുള്ള എക്സാമ്പിൾ തന്നെയാണ്. ഗേബ്രോ നമ്മുടെ ഇഗ്നീസ് റോക്കിൽ ഏതിലാണ്? പ്ലൂട്ടോണിക്കിൽ വരുന്നതാണ്. ഓക്കെ, ഗേബ്രോ ഇഗ്നീസ് റോക്കിൽ തന്നെ പ്ലൂട്ടോണിക്കിൽ വരുന്ന എക്സാമ്പിളാണ്. ദെൻ അതുപോലെ പെറിഡോറ്റൈറ്റ് നമ്മുടെ ഇഗ്നീസ് റോക്കാണ്. അതുപോലെ ഡയറ്റോമൈറ്റ് ഏതാണ്? ഡയറ്റോമൈറ്റ് സെഡിമെൻ്ററി റോക്കിൽ വരുന്നതാണ്. ഓക്കെ, ഡയറ്റോമൈറ്റ് ഏതാണ്? ഡയറ്റോമൈറ്റ് സെഡിമെൻ്ററി റോക്കിൽ വരുന്ന എക്സാമ്പിളാണ്. ദെൻ ഷിസ്റ്റ് അറിയാം നമുക്ക് ഏതിനാണ്? മെറ്റമോർഫിക്കിൽ വരുന്നത് അതാണ്. ഓക്കെ, ഷിസ്റ്റ് മെറ്റമോർഫിക് റോക്കാണ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. താങ്ക് യു.